എല്ലാ സുഹൃത്തുക്കൾക്കും വി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയ്ക്ക്. ഇന്ന് നാം പരിചയപ്പെടുത്തുന്ന വീഡിയോ സ്ക്വയർ വേവ് ഇൻവെർട്ടർ ബോർഡുകളെ കുറിച്ചാണ്. ഈ ബോർഡുകൾ പ്രത്യേകത എന്താണ്, ഇതെങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് നാം പറയുന്നത് 12 വോൾട്ട് 500 VA ബോർഡിനെ കുറിച്ചാണ്. അതേപോലെ തന്നെയുള്ള ബോർഡാണ് 24 വോൾട്ട് 500 VA. ഈ രണ്ട് ബോർഡും 12 വോൾട്ട് ബോർഡുകൾ സാധാരണ ട്രാവലർ, അതുപോലെ മിനി ബസ്സുകൾ, 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന വണ്ടികൾക്കാണ് ഉപയോഗിക്കുന്നത്. 24 വോൾട്ട് എന്ന് പറയുമ്പോൾ അത് വലിയ ബസ്സുകൾ, 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബസ്, അതുപോലെ ബോട്ട് എന്നിവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ടിനും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബോർഡിലും ബാറ്ററി ലോ കട്ട് ഓഫ്, അതുപോലെ ഓവർലോഡ് കട്ട് ഓഫ്, പിന്നെ അതുപോലെ ചാർജിങ് സിസ്റ്റം അതൊന്നും ഇല്ല. അതൊക്കെ ഡയറക്റ്റ് വണ്ടിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് കണ്ടാണ് ഈ വക സാധനങ്ങളൊന്നും ഇതിലില്ലാത്തത്. 12 വോൾട്ട് 500 VA ബോർഡ് ഇതിൽ മോസ്ഫെറ്റ് P55 മോസ്ഫെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ K3525 IC ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 24 വോൾട്ട് ബോർഡാകുമ്പോൾ അത് 3205 മോസ്ഫെറ്റും IC 3525 തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ഒരു റെഗുലേറ്റർ കൂടി 7812 റെഗുലേറ്റർ കൂടി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ 500 വാട്ട് ട്രാൻസ്ഫോറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാറ്റിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് വയർ നമ്മൾ ഈ പോയിന്റിൽ കൊടുക്കണം, ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടൈപ്പിൽ. പ്ലസ് ഡയറക്റ്റ് ബാറ്റിൽ നിന്ന് വരുന്ന പ്ലസ് വയർ ഇതിൽ സെൻറ്റർ ടൈപ്പിൽ കൊടുക്കണം. അതിനുശേഷം ഈ രണ്ട് റെഡ് വയർ ഈ 12 വോൾട്ട് എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ ലീഡിൽ കൊടുക്കും. ബാറ്ററിയുടെ വയർ ഡയറക്റ്റ് ബ്ലാക്ക് വയറിൽ -1 വോൾട്ട് കൊടുക്കുന്നു. ബാറ്ററിന്ന് ഡയറക്റ്റ് വരുന്ന വയർ. ഈ ഇതാണ് ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായ 12 വോൾട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന് ഡയറക്റ്റ് ബാറ്ററിയുടെ വയറൊന്നും നമ്മൾ സ്വിച്ച് വഴിക്ക് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ട്, ന്യൂട്രൽ ഇതൊന്നും, അതുപോലെ 240 വോൾട്ട് ടാപ്പിക്സ് നമുക്ക് ഇതൊന്ന് ഔട്ട്പുട്ട് കറണ്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ നോർമൽ പ്രവർത്തനം. ഇനി നമുക്ക് ഇതേപോലെ ഓവർലോഡ്, അതുപോലെ ബാറ്ററി ചാർജ് കട്ട് ഓഫ്, ബാറ്ററി ലോ കട്ട് ഓഫ് ഉള്ള ബോർഡിനെ പറ്റി പരിചയപ്പെടാം. ഈ ബോർഡാണ് സ്ക്വയർ വേവിൽ ലോ ബാറ്ററി കട്ട് ഓഫ്, അതുപോലെ ഓവർലോഡ് കട്ട് ഓഫ്, ബാറ്ററി ചാർജിങ് ഉള്ള ബോർഡ്. ഇതിപ്പോൾ 12 വോൾട്ട് 750 VA ആണ് ബോർഡ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ 12 വോൾട്ട് 500 വാട്ട് വരുന്നുണ്ട്, അതുപോലെ 12 വോൾട്ട് 1000 വാട്ട് വരുന്നുണ്ട്, 24 വോൾട്ട് 1000 വാട്ട് വരുന്നുണ്ട്. ഈ 12 വോൾട്ട് 500ൽ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്ഫെറ്റ് P55 ആണ്. അതുപോലെ 750 വാട്ട് ആകുമ്പോൾ P60 ഉപയോഗിക്കും. അതുകൂടാതെ 12 വോൾട്ട് 1000 വാട്ടിലാകുമ്പോൾ അത് P80N55 ആണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ 24 വോൾട്ട് ആകുമ്പോൾ 1000 വാട്ടിൽ 3205 ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിൽ ഓരോ ബോർഡിനനുസരിച്ച് വാട്ടിനനുസരിച്ച് ഉപയോഗിക്കുന്ന മോസ്ഫെറ്റുകൾ. ഇതിൽ ഇൻഡിക്കേഷനായിട്ട് 4 ബൾബാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റിൽ നമുക്ക് മെയിൻസ്, സെക്കൻഡ് ബാറ്ററി ചാർജിങ് ഇൻഡിക്കേഷൻ, മൂന്നാമതായിട്ട് അതിൽ ഇൻവെർട്ടർ LED ഇൻഡിക്കേഷൻ, പിന്നെ നാലാമത് ഓവർലോഡ് ഇൻഡിക്കേഷൻ. ഇത്രയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ലോഡ് സെറ്റ് ചെയ്യുന്നത്, ഓവർലോഡ് സെറ്റ് ചെയ്യുന്നത് ഈ പ്രീസെറ്റ് വഴിയാണ് ഓവർലോഡ് സെറ്റ് ചെയ്യുന്നത്. എത്ര വാട്ടാണ് നമുക്ക് 750 വാട്ടാണെങ്കിൽ ഇതിലിപ്പോൾ ഒരു 600 വാട്ട് വരെ 650 വാട്ട് വരെ നമുക്ക് ലോഡ് ചെയ്യാം. ഈ പ്രീസെറ്റിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ലോഡ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ചാർജിങ് സെറ്റ് ചെയ്യുന്ന പ്രീസെറ്റാണ് ഈ മുകളിൽ കാണുന്ന പ്രീസെറ്റ്. ഈ പ്രീസെറ്റിലാണ് നമ്മൾ എത്രയാണ് ചാർജ് സെറ്റ് ചെയ്യേണ്ടത്, അത് 14.5 അതോ ബാറ്ററി അനുസരിച്ച് എത്രയാണ് നമുക്ക് ബാറ്ററിയിൽ വോൾട്ട് സെറ്റ് ചെയ്യേണ്ടതനുസരിച്ച് പ്രീസെറ്റ് വഴി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ബോർഡിൽ 3 IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് 3525 ഓസിലേഷന് വേണ്ടിയിട്ട് 3525, പിന്നെ ഒരു പ്രോഗ്രാം IC ഉണ്ട്. അതുപോലെ ചാർജിങ് സെക്ഷനിൽ ഒരു 339, എല്ലാം 339 IC കൂടി ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് 2 വയറാണ് നമ്മൾ ഫ്രണ്ടിൽ ഓൺ ഓഫ് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ വയറിലാണ് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്ത് ഓൺ ഓഫ് ആയിട്ട് ഉപയോഗിക്കുന്നത്.
ഇത് ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായ 12 വോൾട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ബാറ്ററിയുടെ ഡയറക്റ്റ് പ്ലസ് വോൾട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നു. അതിനുശേഷം ഈ 2 റെഡ് വയർ നമ്മൾ 12 വോൾട്ടിൽ കണക്ട് ചെയ്യുന്നു. ട്രാൻസ്ഫോമറിൻ്റെ 12 വോൾട്ടിൽ കണക്ട് ചെയ്യുന്നു. ബ്ലാക്ക് വയർ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് മൈനസ് വയർ ബ്ലാക്ക് വയറിൽ കണക്ട് ചെയ്യുന്നു. ഈ സ്വിച്ച് വഴിക്കാണ് നമ്മൾ ഇതിലേക്ക് പ്ലസ് വോൾട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ബോർഡിലേക്ക് ആവശ്യമായ 12 വോൾട്ട് കണക്ട് ചെയ്യേണ്ടത്. ബാക്കി കണക്ഷനൊക്കെ നമ്മൾ ഇവിടെ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. OP എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു കണക്ഷൻ കാണാം, അതാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് നമുക്ക് TC എന്ന് കാണാം, അതാണ് ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ ഇതിന്ന് എടുത്ത് ഒരു വയർ ട്രാൻസ്ഫോമറിൻ്റെ 240 ടാപ്പിംഗ്സിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ P എന്നൊരു കണക്ഷൻ കാണാം, Pയിൽ നമ്മൾ ഡയറക്റ്റ് ഫേസ് കണക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ന്യൂട്രൽ N കാണാം, അതിലാണ് നമ്മൾ ഡയറക്റ്റ് ന്യൂട്രൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ C1 C2 നമ്മൾ ചാർജിങ്ങിന് ആവശ്യമായ ഒരു കപ്പാസിറ്റർ ബാറ്ററി അനുസരിച്ച് ഒരു 10-12 MFT AC കപ്പാസിറ്റർ ഇതിൽ കണക്ട് ചെയ്യേണ്ടതാണ് C1 C2. അതിനുശേഷം TC എന്ന് പറഞ്ഞ വേറൊരു കണക്ഷനും കാണാം. ഈ C2ൻ്റെ കണക്ഷൻ്റെ ചേർന്നിട്ട് തന്നെ കണക്ഷൻ കിടക്കുന്നുണ്ട്. അതിന് നമ്മൾ ട്രാൻസ്ഫോമറിന് വരുന്ന 160 വോൾട്ട് ടാപ്പിങ്സ് കണക്ട് ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫോമറിൻ്റെ അതിൽ 160 വോൾട്ട് ടാപ്പിങ്സ് കാണാം, അതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ന്യൂട്രൽ ഇതൊന്ന് എടുത്ത് നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൂടി കണക്ട് ചെയ്യേണ്ടതാണ്. ന്യൂട്രൽ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫോമറിലും കൂടിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ന്യൂട്രലിൻ്റെ പോയിന്റ് ട്രാൻസ്ഫോമറിലും കാണാം. അത് കണക്ട് ചെയ്താൽ നമ്മൾ ഈ വയറിങ് കൊടുക്കൽ കഴിഞ്ഞു. ഈ ബോർഡിനെ കുറിച്ച് നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ബാറ്ററി ലോക്കൗട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററി ലോക്കൗട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഒരു 10 വോൾട്ട് ബാറ്ററി ലോ ആയാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോ വോൾട്ട് കട്ട് ഓഫിലേക്ക് മാറുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ചാർജിങ് നല്ല സ്ട്രോങ് ആണ്. ബാറ്ററിയുടെ വോൾട്ട് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ചാർജിങ് ആണ് ഇതിന് ഉള്ളത്. അപ്പം നല്ലൊരു 100 ആംപിയർ 120 ആംപിയർ ബാറ്ററി 150 എച്ച് ബാറ്ററി വരെ ഇതിൽ നമുക്ക് നല്ല നിലയിൽ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെ അപേക്ഷിച്ച് പുതിയ ബോർഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിച്ച് വഴിക്കാണ്, മൈക്രോ സ്വിച്ച് വഴിക്കാണ് അതിൻ്റെ ചാർജിങ് അതുപോലെ ഓവർലോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.